ഹല്ലേലൂയ. സുപ്രഭാതം. നമുക്കിന്നൊരു പുതിയ ചിന്തയുമായിട്ട് രാവിലെ കർത്താവിൻ്റെ കൂടെ കുറച്ചു നേരമായിരിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മൾ തെറ്റിപ്പോകാനായിട്ട് ഈശോ ആഗ്രഹിക്കുന്നില്ല, അല്ലേ? അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചോണം. ഇപ്പോഴത്തെ പ്രസംഗങ്ങൾ പലതും അത് സുവിശേഷ പ്രസംഗമാണോ എന്ന് തിരിച്ചറിയാനായിട്ട് കുറച്ച് കാര്യങ്ങൾ കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് പറയുന്നുണ്ട്. നമ്മളെപ്പോലെ ഒരു സാധാരണ വിശ്വാസിക്ക് ദൈവവചനം കേൾക്കുന്നത് അത് നമ്മുടെ ഇടവക പള്ളിയിൽ നിന്നാകാം, ധ്യാന കേന്ദ്രങ്ങളിൽ നിന്നാകാം, അല്ലെങ്കിൽ നമ്മുടെ ഇടയിലേക്ക് വരുന്ന ചില പ്രൊട്ടസ്റ്റന്റ് സഭാവിശ്വാസികളിൽ നിന്നാകാം, എംബറർ ഇമ്മാനുവലിൽ നിന്നാകാം, അല്ലെങ്കിൽ മറ്റ് മതവിശ്വാസികളിൽ നിന്നാകാം, ഏത് തരത്തിലേക്ക് നമ്മുടെ അടുത്തേക്ക് വരുന്ന യഹോവ സാക്ഷികളിൽ നിന്നാകാം. പക്ഷെ ഇത് തിരിച്ചറിയാനായിട്ട് നമുക്ക് പറ്റാത്തതിന്റെ കാര്യം എല്ലാവരും ബൈബിളിൽ നിന്നാണ് കോട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല. എടാ, അവരും പറയുന്നത് ബൈബിള്, ഇവരും പറയുന്നത് ബൈബിള്, ബെന്തക്കോസുകാർ പറയുന്നതും ബൈബിള്, യഹോവ സാക്ഷി പറയുന്നതും ബൈബിള്, എംബർ ഇമ്മാനുവൽ പറയുന്നതും ബൈബിള്, വേറെ ചിലർ പ്രവാചകൻ എന്ന് പറഞ്ഞ യേശുവിനെ പരിചയപ്പെടുത്തുന്നതും ബൈബിള് വെച്ചുകൊണ്ടാണ്. ഇതിൽ ഏതാ സത്യം നമുക്ക് തിരിച്ചറിയാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയാണല്ലേ. പക്ഷെ വചനത്തിൽ തന്നെ ഇത് തിരിച്ചറിയാനായിട്ടുള്ള ഈ പ്രസംഗം, അതായത് ഒരു സാധാരണ വിശ്വാസി കേൾക്കുന്ന പ്രസംഗം സത്യവചനമാണോ അതോ നുണവചനമാണോ എന്ന്, ശരിയാണോ തെറ്റായ ഉപദേശമാണോ എന്ന് തിരിച്ചറിയാൻ ചില വചനങ്ങൾ വെച്ച് തന്നെ നമ്മൾ വിലയിരുത്തിയാൽ, വിവേചിച്ചാൽ തീരുന്ന കാര്യമേ ഉള്ളൂ. അതിനുള്ള ക്രൈറ്റീരിയാസ് വചനത്തിൽ തന്നെ പറയുന്നു. നമുക്കൊന്ന് അതിലൂടെ ഇന്ന് രാവിലെ ഒന്ന് പോകാം. ഇത് മുഴുവൻ കേട്ടാൽ നിങ്ങൾക്ക് നഷ്ടമാകില്ല, ഭയങ്കരമായിട്ട് പ്രയോജനമാകും. നിങ്ങളെ ചൂഷണം ചെയ്യാനായിട്ട് ഒരു മനുഷ്യനും ഒരു ശക്തിക്കും പിന്നീട് സാധിക്കുകയില്ല. ശ്രദ്ധിച്ച് കേട്ട് വചനത്തിൽ ഇത് അങ്ങനെ തന്നെയാണോ എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടത് ആവശ്യമാണ്. ഒന്നാമത്തെ കാര്യം, കേൾക്കുന്നത് വചന അടിസ്ഥാനം ആണോ എന്ന് പരിശോധിക്കണം. ഈ പറയുന്നതിൽ എന്തെങ്കിലും വചന അടിസ്ഥാനം ഉണ്ടോ എന്ന് പരിശോധിക്കാനായിട്ട് നമുക്കൊരു ഉദാഹരണം അപ്പോസ്തല പ്രവർത്തികൾ 17-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ എഴുതിയേക്കുന്നു. അവിടെ ബെറോയിലെ വിശ്വാസികൾ, അവര് പൗലോസോ പത്രോസോ ആര് തന്നെ ആയാലും, കർത്താവിന്റെ അപ്പോസ്തലന്മാർ പറഞ്ഞിട്ട് പോലും അത് വചനത്തിലുണ്ടോ എന്ന് വല്ലപ്പോഴും പരിശോധിച്ചൊന്നുമല്ല, അനുദിനം അവർ പരിശോധിച്ച് അത് വചനത്തിലുണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് അവർ വിശ്വസിച്ചത്. നമ്മൾ ഇത്രയൊന്നും മെനക്കെടാറില്ലല്ലേ. വെള്ളയിട്ടവര്, താടി മീശ ഇല്ലാത്തവര്, അല്ലെങ്കിൽ താടിയുള്ളവര്, അവരെന്തെങ്കിലും പറഞ്ഞാൽ ആമീൻ, അങ്ങനല്ല. അത് വചനത്തിലുണ്ടോ എന്ന് പരിശോധിക്കണം. പ്രസംഗ വിഷയം, രണ്ടാമത്തെ പോയിന്റ്, പ്രസംഗ വിഷയം ശ്രദ്ധിക്കണം കേട്ടോ. 1 യോഹന്നാൻ 4:2 പറയുന്നു, സുവിശേഷ പ്രസംഗം എപ്പോഴും ക്രിസ്തുവിന്റെ രക്ഷാകര സംഭവം. ചുരുക്കത്തിൽ പറഞ്ഞാൽ റോമാലേഖനം 10-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം, ആകയാൽ വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്ന് വരുന്നു. അല്ലെങ്കിൽ ഏതെങ്കിലും ഐതിഹ്യത്തിലുള്ള അസുര രാജാവിനെ ക്രിസ്തുവുമായിട്ട് ആദ്യം അദ്ദേഹത്തെ മഹാബലിയാക്കും, പിന്നെ ആ മഹാബലിയെ ക്രിസ്തുവാക്കും, അതുകൊണ്ട് ആഘോഷിച്ചോ എന്ന് പറയുന്ന അത്തരം ഉഡായിപ്പ് പ്രസംഗങ്ങളല്ല. ശരിയായിട്ടുള്ള വചന സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ, ഫിലോസഫി കൊണ്ട് അതിനെ പൊതിഞ്ഞ് ഷുഗർ കോട്ട് ചെയ്ത് നമ്മുടെ മുന്നിലേക്ക് ഇട്ടുതരുന്ന ഷുഗർ കോട്ടഡ് പോയ്സണെ തിരിച്ചറിയണമെങ്കിൽ ഈ വചനം തിരിച്ചറിയണം. അജ്ഞാത ദേവന്റെ കഥയും പറഞ്ഞ് പൗലോസ് അപ്പോസ്തലൻ ഏഥൻസിലൊരു പ്രസംഗം നടത്തിയായിരുന്നു അല്ലേ. പക്ഷെ എന്തായിരുന്നു ഫലം എന്നുള്ളത് തുടർന്ന് വായിച്ചാൽ അറിയാം. ഒരു ഫലവും ഉണ്ടായില്ല. 8 നില പൊട്ടി. പണി പാളിയെന്ന് മനസ്സിലായപ്പോഴത്തേക്കും പുള്ളിക്കാരൻ അടുത്ത ലേഖനത്തിൽ എഴുതി, ക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനത്തിൽ ഈ കാണുന്നതെല്ലാം ചപ്പും ചവറും എന്ന് ഞാൻ എണ്ണുന്നു. കഴിഞ്ഞു സംഭവം. മൂന്നാമത്തെ പോയിന്റ് ശ്രദ്ധിക്കണം, വചനത്തെ കച്ചവട താല്പര്യങ്ങൾക്ക് വേണ്ടി വളച്ചൊടിച്ച് വെള്ള പൂശുന്നുണ്ടോ എന്ന് ആ പ്രസംഗത്തിൽ നിന്ന് ശ്രദ്ധിച്ചോണം. ഉദാഹരണം, ഏദൻ തോട്ടത്തിൽ വെച്ച് ചെയ്യരുത് എന്ന് കർത്താവ് ഉൽപ്പത്തി പുസ്തകത്തിൽ ഒരു കാര്യം പറഞ്ഞു അല്ലേ. സാത്താൻ വന്നിട്ട് അത് ചെയ്തോ എന്ന് നേരിട്ട് പറയല്ല, ഉപായത്തിൽ, തന്ത്രത്തിൽ വചനം വളച്ചൊടിച്ച് തെറ്റായി അവതരിപ്പിച്ച് സംശയമുണ്ടാക്കി സാത്താൻ ആദ്യ മാതാപിതാക്കളെ വഞ്ചിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പുറപ്പാട് 20:5 പറയുന്നു, മനുഷ്യൻ മണ്ണുകൊണ്ടുണ്ടാക്കിയ ഒരു സൃഷ്ടിയുടെയും മുൻപിൽ, അതായത് മനുഷ്യൻ മണ്ണുകൊണ്ടുണ്ടാക്കുമ്പോൾ അതിനകത്ത് ആത്മാവില്ലെന്നേ, അത് വെറും കലാസൃഷ്ടിയാ, അതിന് അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യം കൊടുത്താൽ മതി. അതിൻ്റെ മുൻപിൽ നിങ്ങൾ വണങ്ങരുത് എന്ന് വചനം പറയുമ്പോഴത്തേക്കും നമ്മുടെ ചേട്ടന്മാരെന്താ പറയുന്നത്, വണങ്ങിക്കോ, കുഴപ്പമൊന്നുമില്ല, അത് ബഹുമാനിക്കുന്നതിന് തുല്യ, നീ വണങ്ങിക്കോ. വചനത്തിൽ പറയുന്നത് വണങ്ങരുത്. വണങ്ങരുത് എന്ന് വചനത്തിൽ പറഞ്ഞാൽ വണങ്ങരുത്, അതും പൊക്കിക്കൊണ്ട് പിന്നെ നടക്കരുത്. അത് കലാസൃഷ്ടി, അതവിടെ ഇരിക്കട്ടെ, കാണാൻ നല്ല സുണ്ട, ആയിക്കൊള്ളാം, ബെസ്റ്റ്, അവിടെ ഇരുന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിനെ ഒരു വിശിഷ്ട വസ്തുവാക്കി, അതിനെ പിന്നെ ഒരു വിശുദ്ധ പരിവേഷം നൽകി അത്ഭുത തിരുസ്വരൂപമാക്കി അതിനെ വണങ്ങി അതിനെ ധൂപവാട്ടിയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും വചനത്തിന് നേരെ ഓപ്പോസിറ്റ് ആകുന്നു കേട്ടോ. ബാലാമിന്റെ ഉപദേശം ആണ് അവിടെ കൊണ്ടുവരുന്നത്. അതായത് നേരിട്ട് പാപം ചെയ്യാനായിട്ട് പറയുന്നില്ല,
ഇടയ്ക്കൂടെ ഇവർ ചെയ്യുന്നത് പോലെയൊക്കെ ചെയ്ത് അവരുമായിട്ടൊക്കെ ഇടകലർന്ന് സ്ലോ പോയ്സൺ ചെയ്ത് പറ്റിക്കുന്നതാണ് ബാലാമിന്റെ ഉപദേശം. ബാലാംസ് അഡ്വൈസ് എന്ന് ഗൂഗിളിലൊന്ന് ടൈപ്പ് ചെയ്താൽ മതി, നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് കിട്ടും കേട്ടോ. 4ാമത്തെ പോയിന്റ്, കള്ള ഉപദേശങ്ങളെ കുറിച്ചുള്ള മുന്നറിയിപ്പ് മറക്കല്ല് കേട്ടോ. 2 കൊറിന്തോസ് 11-ാം അധ്യായത്തിന്റെ 13 മുതൽ 15 വരെയുള്ള വാക്യത്തിൽ പറയുന്നു, അത്തരം ആളുകൾ വ്യാജ അപ്പോസ്തലരും വഞ്ചകരും ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരായി വേഷം കെട്ടുന്നവരുമാണ്. വേഷത്തിൽ നിന്ന് അത് ക്രിസ്തുവിൻ്റെതാണെന്ന് തിരിച്ചറിയല്ലേ. നിരന്തരമായി കർത്താവിന്റെ മുൻപിൽ അർപ്പിക്കാനായിട്ട് ഒരു ഉടമ്പടി ഉണ്ടായിരിക്കെ വേറൊരു ഉടമ്പടിയുടെ മധ്യസ്ഥനുമായിട്ട് വരുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ വേറൊരു ഉടമ്പടി ഒപ്പുവെച്ചാൽ അനുഗ്രഹം തരുമെന്ന് അതേ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് പറയുമ്പോഴത്തേക്കും അതൊന്ന് സൂക്ഷിക്കണം. ഏറ്റവും അപകടം ജനങ്ങൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവ മാത്രം പറയുന്നവരെ സൂക്ഷിക്കണം. അതായത് ദേ ഇപ്പൊ വിടുതൽ, ഈ നിമിഷം വിടുതൽ, പച്ചസാരി ഉടുത്ത ചേച്ചിയെ കർത്താവ് ദേ പുറകിന്ന് തൊടുന്നു, ദേ ഇങ്ങോട്ട് വരുന്നു, ഇങ്ങോട്ട് നീ വന്നത് ഭയങ്കര ദരിദ്രനായിട്ട്, കർത്താവ് നിന്നെ സമ്പന്നനാക്കി മടക്കി അയക്കുന്നു, നീ ഇവിടെ കാണേണ്ടവനല്ല, തണുപ്പുള്ള ഏതോ രാജ്യത്ത് ഇരിക്കേണ്ടവനാ, നീ എങ്ങനെ ഇവിടെ വന്നിരുന്നു. കേൾക്കുമ്പോൾ അങ്ങ് രോമാഞ്ചം ഉണ്ടാകും അല്ലേ, നമുക്ക് അങ്ങ് ചെവിക്ക് ഇമ്പമുള്ള കാര്യങ്ങളാ കേൾക്കുന്നത്. ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും ശ്രദ്ധിച്ചോണം, ഇത് മനുഷ്യനെ സുഖിപ്പിച്ച് എൻ്റെ പോക്കറ്റിൽ ഇരിക്കുന്ന കാശ് അവൻ്റെ പോക്കറ്റിലായി അവൻ സമ്പന്നനാകാനായിട്ടുള്ള തന്ത്രമാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ 2 തിമോത്തി 4-ാം അധ്യായം 3 മുതൽ 4 വരെ വാക്യങ്ങൾ വായിക്കണം. ജനങ്ങൾ ഉത്തമമായ സത്യപ്രബോധനത്തിൽ നിന്നകന്ന് കേൾക്കാൻ ഇമ്പമുള്ളതും ആവേശം കൊള്ളിക്കുന്നതുമായ പ്രബോധകരെ വിളിച്ചു വരുത്തും. എന്തിനാ? അവർ അത് സത്യത്തിന് നേരെ നിന്റെ ചെവി അടച്ച് കെട്ടുകഥകളിലേക്ക് ശ്രദ്ധ തിരിക്കും. പച്ചത്തിരി, മഞ്ഞത്തിരി, നീലത്തിരി, പത്രക്കച്ചവടം, ഉപ്പ്, മുളക്, തേൻ കച്ചവടം, വെള്ളക്കച്ചവടം ഒക്കെ ആയിട്ട് തിരിക്കുമെന്ന്. കൊരട്ടിമുത്തിക്ക് പൂവൻകൊല, ഗീവർഗീസിന് പൂവൻകോഴി, മുത്തപ്പന് കുരുമുളക് അല്ലേ. മാർപ്പാപ്പ പറഞ്ഞു കുർബാനയ്ക്ക് ഇനിമേല പണം വാങ്ങിക്കരുതെന്ന്. പക്ഷേ നമ്മുടെ നാട്ടിൽ എന്താ ചെയ്തതെന്നറിയാവോ? കൂട് തുറന്ന കുർബാനയ്ക്ക് അത്ഭുത പണം ഉണ്ടെന്ന് പറഞ്ഞ് ഇപ്പൊ 500 രൂപ വെച്ച് വാങ്ങിച്ചോണ്ടിരിക്കുക. അമ്പ് കച്ചവടത്തിന് 50 രൂപ എന്നുള്ളത് 100 രൂപയാക്കി. ഉടനടി പരിഹാരം എന്ന് പറഞ്ഞ് പച്ചത്തിരി, നീലത്തിരിയും, എണ്ണ, ഉപ്പ്, മുളക്, കുരുമുളക്, പത്രം, ഉടമ്പടി, ഉടനടി ഫലം എന്നും പറഞ്ഞ് അതും വിൽക്കാൻ തുടങ്ങി. എത്ര നാള് നമ്മൾ ഇങ്ങനെ സ്വയം പറ്റിക്കപ്പെടാനായിട്ട് നിന്നു കൊടുക്കും? ഫെയ്ത്തിലെ സെന്റിമെന്റ്സിനെ കച്ചവടമാക്കുന്നത് തിരിച്ചറിയാൻ നമുക്ക് എന്താ സാധിക്കാത്തത്? യോഹന്നാൻ പറയുന്നു, നോ ദ ട്രൂത്ത് ആൻഡ് ട്രൂത്ത് വിൽ സെറ്റ് യു ഫ്രീ. സത്യം തിരിച്ചറിയേ, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. അങ്ങനെ ദൈവത്തിന്റെ വചനത്തിന്റെ സത്യം തിരിച്ചറിഞ്ഞാൽ ഒരു കാരണവശാലും നമ്മൾ പള്ളിക്ക് ചുറ്റും കിടന്ന് എഴയത്തില്ല, പള്ളിക്ക് ചുറ്റും കിടന്ന് മണ്ണിൽ ഉരുളത്തില്ല, പള്ളിക്ക് ചുറ്റും ഇഷ്ടിക തലേ വെച്ചിട്ട് ഓടത്തില്ല. ഈ പാവം ജനങ്ങളെ വട്ടുകളിപ്പിക്കാനായിട്ട് ചെയ്യുന്ന പരിപാടികളിൽ നിന്ന് ജനത്തിന് ബോധ്യം വന്ന് അവർ തന്നെത്താൻ രക്ഷപ്പെടുക മാത്രമേ ഉള്ളൂ ഇതിന്റെ പരിഹാരം. ഗലാത്യ ലേഖനം 5-ാമത്തെ പോയിന്റ്, ഗലാത്യ ലേഖനം 1:8 പറയുന്നു, നിങ്ങൾ കേട്ടിട്ടില്ലാത്ത ഒരു ക്രിസ്തുവിനെ, അതായത് ക്രിസ്തു പാപമോചനവും രക്ഷയും അനുഗ്രഹവും ഒക്കെ തരുന്നത് മാനസാന്തരത്തിലൂടെയാ, അല്ലാതെ ഈ പ്രവൃത്തിയിലൂടെയല്ല. നമ്മുടെ പ്രവൃത്തി കൊണ്ട് പാപം പരിഹരിക്കുമായിരുന്നുവെങ്കിൽ യേശുക്രിസ്തുവിന് കുരിശേ മരിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മുടെ മാനസാന്തരമാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. തലയിൽ ഇതും ചുമന്നുകൊണ്ട് നടക്കാനല്ല. ഇഷ്ടിക ചുമന്നുകൊണ്ട് നടന്നാൽ പാപമോചനം കിട്ടത്തില്ല, പിന്നെയും വന്ന് ചെയ്യുന്ന എന്തുവാ? അതേ പാവ. അപ്പൊ നമ്മുടെ ഒരു രൂപാന്തരീകരണമാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് അല്ലേ. നിങ്ങൾ കേട്ടിട്ടില്ലാത്തൊരു ക്രിസ്തുവിനെ, അതായത് യേശുവിനെ ഒരു പ്രവാചകൻ മാത്രമാണെന്നും യേശു ഒരു നല്ല സാമൂഹിക പരിഷ്കർത്താവാണെന്നും യേശു ഇന്ത്യയിൽ വന്ന് യോഗ പഠിച്ചിട്ടാണ് യൂദയായിൽ പോയി അത്ഭുതം ചെയ്തതെന്നും കാശ്മീരിൽ യേശുവിൻ്റെ കല്ലറയുണ്ടെന്നും യേശു ദേ ഇവിടെ കലവൂര് കൃപാസനത്തിലുണ്ടെന്നും യേശു ദേ അവിടെ മണർകാട് പള്ളിയിലുണ്ടെന്നും യേശു ദേ ഇവിടെ IMS-ലുണ്ടെന്നും ഒക്കെ ഒച്ചത്തിൽ പറയുമ്പോഴത്തേക്കും ഇവിടെ യേശു അവിടെ യേശു എന്നും പറഞ്ഞ് നമ്മളെ വിളിക്കുമ്പോഴത്തേക്കും വചനം പറയുന്നു, അത്തരം വാക്ക് കേട്ട നിങ്ങൾ ഓടരുത്. ഈ ഓട്ടത്തിന്റെ കണ്ടന്റ് എന്താണ്? നമ്മുടെയൊക്കെ ആക്രാന്തമല്ലേ? മനുഷ്യന് ഈ പരക്കം പാച്ചിലല്ലേ, പിടിച്ചെടുക്കാനായിട്ടുള്ള പരക്കം പാച്ചിലല്ലേ ഇതിന്റെ അടിസ്ഥാനം? നഷ്ടപ്പെടല്ലേ. ഫലത്തിൽ നിന്ന് 5-ാമത്തെ അടുത്ത പോയിന്റ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മത്തായി സുവിശേഷം 7-ാം അധ്യായം 15 മുതൽ 16 വരെ. ആടുകളുടെ വേഷത്തിൽ നിങ്ങളുടെ അടുക്കിലേക്ക് അവർ വരും. കാണുമ്പം കുഞ്ഞാടിനെ പോലെ ഇരിക്കും, നല്ല വെള്ള വസ്ത്രം, നല്ല കുഞ്ഞാട്. പക്ഷേ അവർ കടിച്ച് കീറുന്ന ചെന്നായ്ക്കളാണ്.
എൻ്റെ കീശയിലെ കാശ് അവരുടെ കീശയിലോ മേശയിലോ നേർച്ചപ്പെട്ടിയിലോ ആക്കാൻ വിശ്വാസത്തെ കച്ചവട തന്ത്രമാക്കുന്നവരെ കുറിച്ച് യേശുക്രിസ്തു അന്ന് ദേവാലയത്തിൽ ചാട്ടവാറെടുത്തത് മറക്കല്ല് കേട്ടോ. ഇന്ന് അതേ കർത്താവിൻ്റെ പേരിലുള്ള ദേവാലയത്തിൽ വാതിക്കൽ തന്നെ എഴുതി വെച്ചിരിക്കുന്നു, അടിമ വെപ്പ് 20 രൂപ, പിടിയരി സമർപ്പണം 50 രൂപ, കൂട് തുറന്ന കുർബാന 500 രൂപ, മുത്തിക്ക് തുലാഭാരം 1000 രൂപ, മുത്തപ്പന് കുന്തിരിക്കം അല്ലെങ്കിൽ വല്ലാർവാടത്തമ്മയ്ക്ക് ചൂല്. ആ ലിസ്റ്റ് അങ്ങനെ നീളുക അല്ലേ. ഹോട്ടലിലെ വിലവിവര പട്ടിക പോലെ വിശ്വാസത്തെ ചൂഷണം ചെയ്യാനായിട്ട്. ഇതിനൊക്കെ ഒറ്റ കാരണമേ ഉള്ളൂ, ചൂഷണം ചെയ്യപ്പെടാനായിട്ട് നമ്മൾ റെഡിയായിട്ട് നിന്നു കൊടുക്കുക. ഇത് തെറ്റല്ലേ എന്ന് ആരെങ്കിലും ഒന്ന് പറഞ്ഞോ, അവന്റെ മുതുകത്തും നെഞ്ചത്തും ഒരു ചാപ്പ കുത്തും, ഇവൻ പെന്തോ. എന്നാലും നമ്മൾ വചനം വായിക്കില്ല. നമുക്കിതൊക്കെ യൂസ്ഡായി, നമുക്കിതൊക്കെ ഇഷ്ടം. ആദി മാതാപിതാക്കളുടെ മാത്രമല്ല, യേശുക്രിസ്തുവിന്റെ മുന്നിൽ പോലും സാത്താൻ വന്ന് വചനം വളച്ചൊടിച്ചു. മരുഭൂമിയിലെ സംഭവം നമുക്കറിയാലോ. ആചാരങ്ങളുടെയും ദുരാചാരങ്ങളെയും ന്യായീകരിക്കാൻ വരെ നമ്മുടെ നേതാക്കന്മാർ പോലും വചനം അവരുടെ ഇഷ്ടത്തിന് വളച്ചൊടിക്കാറുണ്ട്. ചുരുക്കത്തിൽ സത്യവചനം നിന്നെ മാനസാന്തരത്തിലേക്ക് നയിക്കും. ഇത് തിരിച്ചറിയുക. കേൾക്കുന്നത് സത്യമാണോ എന്നറിയാനായിട്ട് ക്രിസ്തുവിലേക്ക് നയിക്കും. അതുവഴി ദൈവേഷ്ടം തിരിച്ചറിയും നിത്യതയെക്കുറിച്ചുള്ള ബോധ്യം ഉണ്ടാകും. അപ്പോഴും നമ്മൾ പറയും, കർത്താവേ നിന്റെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ, ഇതാ ഞാൻ. ആ സറണ്ടറിങ് ആ പ്രസംഗത്തിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അതാണ് സത്യവചനം. അല്ലാതെ ഇങ്ങോട്ട് അങ്ങോട്ട് ഓട്ടോറിക്ഷയിൽ വന്ന് അങ്ങോട്ട് BMW പോകാന്ന് പറയുന്നത്, അത് മനുഷ്യൻ നിന്നെ പറ്റിക്കാൻ വേണ്ടി ചെയ്യുന്ന അനുഗ്രഹങ്ങളുടെ ഒരു ഫേക്ക് സുവിശേഷം മാത്രമാണ്. നിത്യത നഷ്ടപ്പെടാതെ സൂക്ഷിക്കണേ. റെവല്യൂഷൻ 3:11 പറയുന്നു, മറക്കരുത്, നിന്റെ കിരീടം നഷ്ടമാകാതിരിക്കാൻ നിനക്കുള്ളത് നീ തന്നെ സൂക്ഷിക്കണം. മലങ്കര സഭയിൽ ഒരു പ്രാർത്ഥന ഇങ്ങനെയുണ്ടല്ലോ, നിങ്ങളെ ഞങ്ങൾ അറിയിച്ചതിനെതിരായി വേറൊരുവൻ വന്നറിയിച്ചാൽ വാനവനെങ്കിലും ആ ദൂതൻ ഏൽക്കും സഭയിൻ ശാപം. അതിന്റെ കാരണം അടുത്ത സ്റ്റാൻസയിൽ അവർ സുവിശേഷ വായനയ്ക്ക് ഏവൻഗേലിയോൻ വായിക്കുന്നതിന് മുൻപ് അവർ പാടുന്നു, പലതരം ഉപദേശങ്ങളഹോ പാരിൽ മുളച്ചു പരക്കുന്നു, ദൈവത്തിൻ ഉപദേശത്തിൽ നിലനിൽപ്പോൻ ധന്യൻ. നമുക്ക് കർത്താവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കാം. കർത്താവ് നമ്മളിൽ നിന്ന് നമ്മുടെ ഹൃദയം മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ, അല്ല നമ്മുടെ പണം ഒന്നും കർത്താവ് ആഗ്രഹിക്കുന്നില്ല. കൂട് തുറന്ന് കുർബാന ചൊല്ലിയാൽ അനുഗ്രഹം കിട്ടില്ല സഹോദരങ്ങളെ, നിങ്ങളുടെ പൈസ പോകുന്നേ ഉള്ളൂ. അവിടെ ചെന്ന് 300 രൂപയ്ക്ക് ഒപ്പിട്ട് കൊടുത്താൽ അനുഗ്രഹം തരുന്ന കച്ചവടക്കാരി അല്ല പരിശുദ്ധ അമ്മ. അവൾ സ്വർഗത്തിന്റെ രാജ്ഞി എന്നാണ് നമ്മൾ വിളിക്കുന്നത്. അമ്മയെ അപമാനിക്കല്ലേ. വിശുദ്ധരായി ജീവിച്ച രക്തസാക്ഷികളുടെ മുൻപിൽ അവരുപയോഗിച്ചു എന്ന് പറയുന്ന, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള അമ്പ് അത് 100 രൂപയ്ക്ക് കച്ചവടം ചെയ്ത് പള്ളിക്ക് ചുറ്റും കറങ്ങിക്കൊണ്ട് നടന്നാൽ അനുഗ്രഹം കിട്ടില്ല. നമ്മളെ പറ്റിക്കുകയാണെന്നുള്ളത് തിരിച്ചറിയുക. സത്യവിശ്വാസത്തിൽ, കത്തോലിക്ക വിശ്വാസത്തിന്റെ സത്യത്തിലേക്ക് അടിയുറച്ചു നിൽക്കുക. വഞ്ചന ചെയ്യപ്പെടുന്ന ഇത്തരത്തിലുള്ള ഈ വിശ്വാസത്തെ കച്ചവടമാക്കുന്നതിൽ നിന്ന് മനസ്സിനെയും ശരീരത്തെയും ആ തന്ത്രങ്ങളെയും തിരിച്ചറിയാനായിട്ടുള്ള ബോധ്യം പരിശുദ്ധാത്മാവ് നമുക്ക് തരട്ടെ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ക്രിസ്തുവിന്റെ കൂടെ നടക്കാം, നിത്യതയെ ലക്ഷ്യമാക്കി നീങ്ങാം, മാനസാന്തരപ്പെടാം. അവൻ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും.